ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിലുള്ള കുറച്ച് ടൂൾസ്, അതായത് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളെ ടൂൾ ബാർ വരുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് കാണാൻ പറ്റും. ഇതിൽ ആദ്യമായിട്ട് വരുന്ന ടൂളാണ് സെലക്ഷൻ ടൂൾ എന്നുള്ളത്. എന്തിനാണ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് കീ വരുന്നത് വി ആണ് കേട്ടോ. ലെറ്റർ വി ആണ് ഷോർട്ട് കീ വരുന്നത്. അത് നമ്മൾ നോർമലി ഡിഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആയിരിക്കുന്ന ഒരു ടൂൾ കൂടിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഇമേജിനെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതൊരു 25% ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സെലക്ഷനോ എടുത്തിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇത് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പല രൂപത്തിൽ, ഇതിനെ ടോട്ടലി നമുക്ക് മാനേജ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് ഈ ഒരു സെലക്ഷൻ ടൂൾ എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് വരുന്ന ടൂളാണ് ഹാൻഡ് ടൂൾ എന്നുള്ളത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നീക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നേരത്തെ നമ്മൾ കണ്ടത് വേറെ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് ഈ ഒരു കോമ്പോസിഷൻ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇമേജിനെ ഇങ്ങനെ നീക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ഇമേജിനെ സൂം ചെയ്ത് വെച്ചില്ലേ, ഇനി നമുക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നീക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു രൂപത്തിൽ 1 സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെ ടോട്ടലി, അതായത് ആ ഒരു ഫ്രെയിമോടൊക്കെയാണ് അത് മൂവ് ആവുന്നത്. നേരത്തെ നമ്മൾ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, ഇതിനെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ ഈ ഒരു ഹാൻഡ് ടൂൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴോ ഇത് ടോട്ടലിയാണ് മൂവ് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് ടോട്ടലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റി വെക്കും പോലെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന ടൂളാണ് സൂം ടൂൾ എന്നുള്ളത്. ഇത് നമുക്ക് സൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സൂം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജിനെ നമുക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിപ്പോൾ അൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അൾട്ട് ക്ലിക്ക് ചെയ്യാതെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ടൂളാണ് റൊട്ടേറ്റിംഗ് ടൂൾ എന്നുള്ളത്. അതായത് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ. നമുക്കിപ്പോൾ ഒരു ഇമേജ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ആവശ്യാർത്ഥം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നടുവിലായിട്ട് ഒരു ആങ്കർ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പോയിന്റിനെ വെച്ചിട്ടാണ് കേട്ടോ ഇത് റൊട്ടേറ്റ് ആവുന്നത്. ആങ്കർ പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ റൊട്ടേഷനിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് ഈ ഒരു പാൻ ബിഹൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ആങ്കർ പോയിന്റ് ടൂൾ എന്നുള്ളത്. ഇതെന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇമേജിന് ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് കാണാൻ പറ്റും. നമ്മളിത് നേരത്തെ ഈ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിനെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ പോയിന്റിന് പറയുന്ന പേരാണ് ആങ്കർ പോയിന്റ് എന്നുള്ളത്. ഈ പോയിന്റിനെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ആങ്കർ പോയിന്റിനെ മൂവ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവെക്കാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ ആങ്കർ പോയിന്റിന് സെൻറ്ററിലേക്ക് കൊണ്ടുവച്ച്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു ഇമേജിനെ സ്കെയിൽ ചെയ്യാണ്. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വലുതാക്കാൻ പോവാണ്. അതിനായിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു പാനലിൽ പോയിട്ട് ഇതിൽ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു ആങ്കർ പോയിന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ സ്കെയിലൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. സ്കെയിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ നടുവിലുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആങ്കർ പോയിന്റ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ടോട്ടലി വലുതാവുന്നത്. അവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ടോട്ടലി വലുതാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവിടെയാണ് നമുക്കൊരു ആങ്കർ പോയിന്റിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇനി ഞാൻ ആങ്കർ പോയിന്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോൾ ആങ്കർ പോയിന്റിൻ്റെ ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ആങ്കർ പോയിന്റിനെ എടുത്തിട്ട് ഈ അറ്റത്ത് കൊണ്ടുവെക്കുകയാണ്. ഓക്കെ, ഈ അറ്റത്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ സ്കെയിൽ എടുത്തൊന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വലുതാവുന്നത്. അതായത് ആങ്കർ പോയിന്റ് ആ അറ്റത്താണ്. ആ ഒരു ആങ്കർ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വലുതായി വരുന്നതും ചെറുതാവുന്നതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആങ്കർ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.